കഴിഞ്ഞ ഏപ്രിൽ 27 വൈകിട്ട് 5 മണിയോടെ ജിഷയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്ന അമീറുൽ ഇസ്ലാം അവരെ ലൈംഗികമായി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനെ എതിർത്തപ്പോൾ കഴുത്തിന് കുത്തിവീഴ്ത്തി. മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും രഹസ്യഭാഗങ്ങളടക്കം കുത്തിക്കീറുകയും ചെയ്തു. കൊലയ്ക്ക് പിന്നിൽ പൂർവ്വവൈരാഗ്യമില്ലെന്നും ലൈംഗിക വൈകൃതത്തിന് അടിമയായ പ്രതി തന്റെ ഇംഗിതത്തിന് വഴങ്ങാതിരുന്ന ജിഷയെ ആ ഒറ്റക്കാരണം കൊണ്ട് ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നത്. കൊലപാതകം, മാനഭംഗം, തെളിവ് നശിപ്പിക്കൽ, ദളിത് പീഡനം അടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൽ 195 സാക്ഷികളാണുള്ളത്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളടക്കം 125 രേഖകളും 75 തൊണ്ടിമുതലുകളുമുണ്ട്. അമീറിനെ തിരിച്ചറിഞ്ഞ ജിഷയുടെ അയൽവാസിയുടെ മൊഴിക്ക് പുറമെ 6 ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് കേസിൽ നിർണായകമായിട്ടുള്ളത്. ജിഷയുടെ ശരീരത്തിലെ കടിയേറ്റ ഭാഗം, വസ്ത്രം, നഖത്തിനടിയിലെ മാംസഭാഗം, വാതിൽക്കൊളുത്തിലെ രക്തക്കറ എന്നിവിടങ്ങളിൽ നിന്നാണ് അമീറിന്റെ DNA ലഭിച്ചത്. കൊലയ്ക്കുപയോഗിച്ച കത്തിയിലും പ്രതി ഉപേക്ഷിച്ച ചെരുപ്പിലും കണ്ടെത്തിയ രക്തക്കറയും ജിഷയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമീറിന്റെ സഹോദരനും സുഹൃത്തും ഇയാൾക്കെതിരെ മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴികളും നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.